ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിലും നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രേണുസുതിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത്രയും നാളത്തെ ഒരു യൂട്യൂബ് കരിയർ രേണുസുതിയെ പറ്റി ഞാൻ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്, ഇല്ലാത്ത പറയുമല്ല, നിരവധി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് ഇത്ര സങ്കടത്തോടെ ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. അതായത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിരവധി ആളുകൾ, റിയാക്ഷൻ ചാനൽസും എല്ലാവരും ഒന്നടങ്കം പറഞ്ഞിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു, അല്ലെങ്കിൽ രേണുസുതിക്ക് നേരെ ഉയർത്തിയിട്ടുള്ള ഒരു അലിഗേഷൻ തന്നെയായിരുന്നു രേണുസുതിക്ക് ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷയം. വളരെ സങ്കടമുണ്ട്. ഞാൻ ഇതിനു മുമ്പ് ഇട്ടിട്ടുള്ള വീഡിയോ ആണെങ്കിൽ പോലും രേണുസുതിയുടെ ഈ ഒരു അലിഗേഷൻ അറിഞ്ഞതിന് ശേഷം ഇട്ടിട്ടുള്ള വീഡിയോയിലായാലും ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഈ അസുഖം എന്ന് കേൾക്കുന്ന ഈ ഒരു അലിഗേഷൻ തെറ്റായിരിക്കണമേ, അത് ഒന്നുമല്ല, ഇനിയിപ്പോൾ അസുഖം ആണെങ്കിൽ തന്നെ വേഗം സുഖപ്രാപിച്ച് വരട്ടെ എന്നാണ് എൻ്റെ വീഡിയോ മുഴുവനും പറഞ്ഞിട്ടുള്ളത്. പക്ഷേ രേണുസുതി ഇതിനൊരു ഒരു ക്ലാരിറ്റി സംഭവങ്ങൾ ഇതുവരെ തന്നിട്ടില്ലാത്ത സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എനിക്ക് അസുഖം ആണെന്നും പറഞ്ഞിട്ടില്ല, എനിക്ക് അസുഖം അല്ലെന്നും പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ ആണെങ്കിലും അല്ലെങ്കിലും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു മണിക്കൂറിന് മുമ്പ് ഈ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചാനലിൽ വന്നിട്ട് രേണുസുതിയെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേണുസുതിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട്. കാരണം ഞാൻ ഇഷ്ടം പോലെ വീഡിയോ രേണുസുതിയെ സംബന്ധിച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ ഈ ചേച്ചി എന്തെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് ചെയ്തിട്ടുള്ള വിഷയങ്ങളും അതേപോലുള്ള റീൽസ് സംഭവങ്ങളൊക്കെ എടുത്താണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്. എൻ്റെ ഒരു വീഡിയോയിൽ രേണുസുതി കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. പക്ഷേ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ, ഇതുവരെ രേണുസുതി അടുത്ത് പേഴ്സണലായിട്ട് എനിക്കൊരു വിഷയവുമില്ല, അതായത് രേണുസുതിയായിട്ട് എനിക്കൊരു ദേഷ്യവുമില്ല. കാണിച്ചിട്ടുള്ള റീൽസ് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ രേണുസുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഷയം സോഷ്യൽ മീഡിയയിലോട്ട് കൊണ്ടുവരാൻ പോലും എനിക്ക് താല്പര്യമില്ല. ആ എൻ്റെ ഒരു ലാസ്റ്റ് കൺക്ലൂഷൻ എന്നൊരു രീതിയിലാണ് ഈ വീഡിയോ ഇടുന്നത്. കാരണം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, രേണുസുതിക്ക് അസുഖമുണ്ട് എന്നൊക്കെ ഒരു അലിഗേഷൻ ഇത്രയും രൂക്ഷമായിട്ട് വരുമ്പം ഇതിനൊരു ക്ലാരിറ്റി ഉണ്ടെന്നോ ഇല്ലെന്നോ രേഷ്മ ചേച്ചി തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീഡിയോ തുടർന്ന് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് നടന്നിരിക്കുകയാണ്. ഒരു മണിക്കൂറിന് മുമ്പ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞ് രേണുസുതി രംഗത്ത് വന്നിരിക്കുകയാണ്. എന്തായാലും ആ ഒരു വീഡിയോയിലോട്ട് നമുക്ക് പോകാം. അതിനു മുമ്പ് ഞാൻ എൻ്റെ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്. ആ ഒരു സംഭവം കേട്ടതിന് ശേഷം നമുക്ക് ആ രേണുസുതി പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയത്തിലേക്ക് പോകാം. നിങ്ങളിതൊന്ന് കേട്ട് നോക്ക്. കേട്ടല്ലോ, ഞാൻ എൻ്റെ വീഡിയോയ്ക്കകത്ത്, അതായത് ഈ ഒരു അലിഗേഷൻ ചേച്ചിക്കെതിരെ വന്നപ്പോൾ തൊട്ട് എൻ്റെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യം ഇത് തന്നെയായിരുന്നു. അതായത് ഇങ്ങനൊരു അസുഖം ഉണ്ടെന്നും പറഞ്ഞ് വന്നിട്ടുള്ള അലിഗേഷൻ തെറ്റായിരിക്കണം, ഒരിക്കലും നമുക്കൊരു വോയിസ് മെസ്സേജിനെ വിശ്വസിക്കാൻ ഒക്കത്തില്ല. അതായത് ഞാൻ ഒത്തിരി കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇവർ കാണിച്ചു കൂട്ടിയതിനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരിക്കലും ഒരു പേഴ്സണൽ ലൈഫിലൊന്നും കയറി ഞാൻ അറ്റാക്ക് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഈ ചേച്ചിയെ വലിച്ചഴിച്ച് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഈ രേണു ചേച്ചിക്ക് ഒരു കൊച്ചുണ്ട്, ഋതപ്പൻ, എല്ലാവർക്കും അറിയാമായിരിക്കും. അതായത് ഈ വീട്ടിലോട്ടുള്ള ചിലവ് സംഭവങ്ങളും ഒക്കെ മുൻകൂട്ടി ഓർത്തിട്ടൊക്കെ ആയിരിക്കണം ഈ രേണു ചേച്ചി ഈ സബ്സ്ക്രിപ്ഷൻ സംഭവങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത്. അതായത് ഈ വീഡിയോയ്ക്ക് തന്നെ തുടർന്ന് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ സബ്സ്ക്രിപ്ഷൻ ഇത്രയും തെറിവിളി സംഭവങ്ങളും ഒക്കെ കേട്ടിട്ട് മുൻപോട്ട് കൊണ്ടുപോയത് ഒന്നെങ്കിൽ എനിക്ക് ഹോസ്പിറ്റലിൽ വരുന്ന ചിലവുകൾ ഓർത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കൊച്ചിനെ ഓർത്തിട്ടായിരിക്കും. കിച്ചു പ്രായമായിട്ട് പോയി, കിച്ചുവിന് ഇനി ജോലി ചെയ്താലും ജീവിക്കാം, പക്ഷേ ആ കൊച്ചിൻ്റെ കാര്യമാണ് കഷ്ടം എന്നൊക്കെ രേണു ചേച്ചി പറയുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സങ്കടമുണ്ട്. കാരണം ഇത്രത്തോളം ആൾക്കാർ ഇത്രയൊക്കെ അറ്റാക്ക് സംഭവങ്ങളും ഒക്കെ ചെയ്തിട്ട് പോലും തളരാതെ നിന്നപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം, എവിടെ നിന്നാണ് ഇത്ര പവർ കിട്ടുന്നത്? അതായത് ആ ഒരു വീടിനെ നോക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട് ഓർത്തിട്ടാണ് ഈ രേണു ചേച്ചി ഇത്രയും ആൾക്കാരെ വായിരിക്കുന്ന മൊത്തം കേട്ടിട്ട് ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഞാൻ പറയുമല്ല, അതായത് ഞാനും ചെയ്തിട്ടുണ്ട് ഇതായിട്ടുള്ള വീഡിയോ സംഭവങ്ങളൊക്കെ. എന്നിട്ട് പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് രേണു ചേച്ചി ഒരു കഴിവാണെന്നേ നമുക്ക് പറയാൻ ഒക്കത്തുള്ളൂ. എന്തായാലും ഇത് വളരെയധികം വിഷമമുണ്ട്. ഈ ഒരു സംഭവം ഇനിയിപ്പോൾ ഉണ്ടെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ, ഇത് വേഗം സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ. രേണു ചേച്ചി അത് സുഖപ്രാപിക്കുകയും ചെയ്യും, ഇനി വർഷങ്ങൾ തോറും നമ്മുടെ കൂടെ ഉണ്ടാവുകയും ചെയ്യും എന്നേ എനിക്ക് പറയാൻ ഒക്കത്തുള്ളൂ. എന്തായാലും ആ ഒരു ഇന്റർവ്യൂ ഞാൻ പ്ലേ ചെയ്യാം. ശരിക്കും ചേച്ചിക്ക് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ? സത്യം അല്ല എന്നെങ്കിലും നമുക്ക് അറിയണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് ചേച്ചി ശരിക്കും സത്യം? അതെ, ക്യാൻസർ ആണ്. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വന്ന് കരയണ്ട എന്നോർത്ത് തന്നെയാണ് ഞാൻ നിങ്ങളെ വിളിച്ചു വരുത്തിയതും
ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്തുനിന്ന് ഞാനിത് മറച്ചു വെച്ച് ഇത് പറയാൻ സമയമായി എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. കുറച്ച് മോശമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രേണു ചേച്ചിയുടെ വായിൽ നിന്ന് കേൾക്കരുതേ എന്ന് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിച്ചു. ഇത്രയും നാൾ കുറ്റം പറഞ്ഞിട്ടുള്ള റിയാക്ഷൻ ചാനലാണെങ്കിൽ ഒരുമിച്ച് നിന്ന് ആഗ്രഹിച്ച ഒരേ ഒരു കാര്യമായിരുന്നു ഈ ഒരു സംഭവം രേണു ചേച്ചിയുടെ വായിൽ നിന്ന് കേൾക്കരുതേ എന്ന്. പക്ഷേ രേണു ചേച്ചി അവസാനം ഇത് വന്ന് പറഞ്ഞിരിക്കുകയാണ്. കാരണം സൈബർ അറ്റാക്ക് സംഭവങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ അത്രത്തോളം ആളുകളാണ് ഈ ഒരു ഒറ്റ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം രൂക്ഷ അലിഗേഷൻസ് രേഷ്മ ചേച്ചിക്കെതിരെ വരുമ്പോൾ ഉറപ്പായിട്ട് അതിന് എന്തെങ്കിലും ഒരു മറുപടി എന്നൊരു രീതി ചേച്ചിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ, അതിനൊരു ക്ലാരിറ്റി നൽകിയേ പറ്റത്തുള്ളൂ. അവസാനം ഒരു സംഭവം പറയേണ്ടി വന്നതുകൊണ്ട് മാത്രം രേണു ചേച്ചി ഇപ്പോൾ രംഗത്ത് വന്ന് പറഞ്ഞിരിക്കുകയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം വിഷമമുണ്ട്. പക്ഷേ ഇതിനോടകം തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഇനി ചേച്ചി ഈ കുറ്റം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ഇനി ഒരിക്കലും അവരെ കുറ്റം പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഞാനാണെങ്കിൽ പോലും ഇനി രേണു ചേച്ചിയെ കുറ്റം പറയാൻ വരുമെന്നും തോന്നുന്നില്ല. ഇനി രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നിരവധി ആളുകൾ രംഗത്ത് വരിക തന്നെ ചെയ്യും. ഇനി ആരും അങ്ങനെ സൈബർ അറ്റാക്ക് സംഭവങ്ങളൊന്നും ചേച്ചിക്ക് തരത്തില്ല. കാരണം ആളുകൾക്ക് മനസ്സിലായി ഈ ഒരു സംഭവം രേണു ചേച്ചി നേരത്തെ വന്ന് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാൾ പോലും ചേച്ചി ഇത്രയും കുറ്റം പറയത്തില്ല. ചേച്ചിയുടെ അവസ്ഥ മനസ്സിലാക്കി ചേച്ചിയെടുത്ത് പെരുമാറിയേനെ. പക്ഷേ രേണു ചേച്ചി ഈ ക്ലാരിറ്റി സംഭവങ്ങളൊന്നും നേരത്തെ തരാത്തത് കൊണ്ട് മാത്രമാണ് ആൾക്കാർ കുറ്റം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ബാക്കി കേട്ടു നോക്കാം. ബ്രസ്റ്റിൽ നിന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നു പോകുന്നത്. കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. ഇതുപോലെ ക്യാൻസറായിട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് ഞാൻ എന്നും ഒരു മാതൃകയായിട്ടിരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേച്ചി ശരിക്കും ഇത് അറിഞ്ഞിട്ട് എത്ര നാളായി ചേച്ചി? ചിലർ തെറ്റിദ്ധരിച്ചേക്കുന്നത് ഇത് ദുബായിൽ വെച്ചിട്ട് സ്ഥിരീകരിച്ചിട്ട് അവിടെ വെച്ച് ക്യാൻസർ ആണെന്ന് അറിഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ ഒരു സംഭവമേ അല്ല ഇത്. സത്യം പറഞ്ഞാൽ ഇത് ഞാൻ ഇങ്ങനെ ഒരു ബ്രസ്റ്റിലൊരു മുഴ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ്. വീട്ടിൽ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ അസുഖമെന്ന് അങ്ങനെ പറയുന്ന ഒരാളല്ല കുഞ്ഞിലെ തൊട്ടേ. അപ്പം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കൊണ്ടുപോയി. ഡോക്ടർ അന്ന് അത് ഒരു 15-16 വർഷം മുന്നത്തെ കാര്യമാണ്. നേരം എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞത് ഇതിങ്ങനെ വെക്കരുത്, ഇപ്പം ഇതിന് വലിയ പ്രശ്നമില്ല, അത് ഫ്യൂച്ചറിൽ ക്യാൻസർ ആകും. അപ്പം ആ സമയത്ത് എനിക്ക് മറ്റൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് നിൽക്കുക. വേറെ ഒന്നുമല്ല, അപ്പൻഡിസൈറ്റിസിൻ്റെ ഓപ്പറേഷൻ. അപ്പോൾ അതിച്ചിരി പെയിൻഫുള്ളായിരുന്നു. അതുപോലെ നട്ടലിന് ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ ഒരു പേടി മൂലം ഞാനിത് വീട്ടിൽ പറഞ്ഞില്ല. സുധിച്ചേട്ടൻ്റെ മരണശേഷം കുറേ നാളുകൾക്ക് ശേഷം നമ്മൾ നമുക്കറിയാം ബ്രസ്റ്റ് ക്യാൻസർ, ഈ ഒരു മുഴ വരുമ്പോൾ നമുക്ക് ബ്രസ്റ്റിന് ആകൃതിയിലൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിന് ഡൗട്ടായി. അങ്ങനെ മാമോഗ്രാമിലൂടെ സംശയം തോന്നി ഡോക്ടർ വീണ്ടും വിളിപ്പിച്ചു. ബയോപ്സി എടുത്ത റിസൾട്ടും ഞാൻ ഒറ്റയ്ക്കാണ് ചെന്ന് മേടിക്കുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മുടെ ശത്രുക്കൾക്ക് പോലും ഇങ്ങനൊരവസ്ഥ നമുക്കറിയാം. അതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ തലയിലോട്ട് വന്നിട്ട് ഞാൻ ഒന്നും മിണ്ടിയില്ല. ആ റിസൾട്ട് വീട്ടിൽ കൊണ്ട് ഞാൻ ഭദ്രമായിട്ട് വെച്ച് ഒരു മനുഷ്യനോടും പറഞ്ഞു. കരിഷ്മ അറിയാം, മാനേജർ, എൻ്റെ ചേച്ചിയോട് പോലും പറഞ്ഞില്ല. കാരണം അവരൊക്കെ വിഷമിക്കും. കരിഷ്മയോട് പറഞ്ഞത് തന്നെ കരിഷ്മ എന്നോട് ചോദിച്ച് എന്താടി നീ എന്താ, അവൾക്ക് നമ്മുടെ ഒരു സംസാരം വ്യത്യാസമായി അവൾക്ക് അറിയാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ ഒരു സംഭവം ഉണ്ട്. അവൾ ഞെട്ടിപ്പോയി. ഇപ്പം ഞാൻ ആരോടും പറഞ്ഞു, കുറേ നാൾക്ക് മുന്നേ ആണിത്. ഞാൻ ആരോടും പറഞ്ഞില്ല, വീട്ടിലും പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയി ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. കരിഷ്മ അറിഞ്ഞതിന് ശേഷം ചേച്ചി അറിഞ്ഞു. ചേച്ചിയോട് പറഞ്ഞു കരിഷ്മ. അപ്പം എന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി. നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കൊണ്ടുപോയി പെറ്റ് സ്കാൻ എടുത്തിട്ട്. അവിടുത്തെ ഡോക്ടർ വീണ്ടും കുറേ പരിശോധനകൾ, പതോളജിയും അതുപോലെ ബയോപ്സിയും, വീണ്ടും MRI വിത്ത് മാമോഗ്രാം, അതുപോലെ ഒരുപാട് ശരീരത്തിൽ ഒരുപാട് സ്കാനിങ്ങുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവരുടെ ഇതിൽ, അതായത് മുന്നമേ നമ്മൾ അറിഞ്ഞെങ്കിലും പ്രൈവറ്റ് ആശുപത്രിയിലാണ് അറിഞ്ഞത്. പക്ഷെ മെഡിക്കൽ കോളേജുകാർക്ക് അവർ വീണ്ടും പരിശോധിക്കും. ഇതെന്താണെന്ന് അറിയണ്ടേ, ഇതെന്താണ് എങ്ങനെയാണെന്ന് അവർ വീണ്ടും പരിശോധിച്ച് കഴിഞ്ഞിട്ടാണ് അവർ ക്യാൻസർ ആണെന്ന് മെഡിക്കൽ കോളേജുകാരും കൂടെ സ്ഥിരീകരിച്ചു. പതോളജി റിപ്പോർട്ടാണ്, പതോളജി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ. ഇത് മാമോഗ്രാമിൻ്റെ കാര്യങ്ങൾ, മാമോഗ്രാമും പിന്നെ കുറേ ബാക്കി ബയോപ്സി ചെയ്തതും പെറ്റ് സ്കാൻ്റെ റിപ്പോർട്ടും ഒക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഒറിജിനൽ എല്ലാം ഡോക്ടേഴ്സിൻ്റെ കയ്യിലാണ്. നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടേഴ്സാണ് അതെല്ലാം വെക്കേണ്ടത്.
ഇത് വീട്ടിൽ അറിഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു അമ്മയുടെ? അവരെൻ്റെ മുന്നിൽ കരയാൻ പറ്റുമോ? അവരെന്നെ ധൈര്യം തരാനല്ലേ പറ്റത്തുള്ളൂ. ചേച്ചിയായിട്ടും കരിഷ്മയൊക്കെ ആയിട്ടും പപ്പായമ്മയൊക്കെ പലപ്പോഴും പൊട്ടിക്കരയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ചേച്ചി ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന ഒരു കാര്യം എന്തായിരിക്കും? ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ക്യാൻസറാന്ന് ഓർത്ത് ഞാൻ കരഞ്ഞില്ല. കിച്ചു വലുതായി വൃതപ്പനെ ഓർത്തിട്ടാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ദൈവമേ, എനിക്കും കൂടെ എന്തേലും വന്നു കഴിഞ്ഞാൽ അവന് കുഞ്ഞല്ലേ, അവൻ എന്ത് ചെയ്യും? അവന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവൻ എല്ലാവരും ഉണ്ട്, പക്ഷെ ആരും ഇല്ലാത്തൊരവസ്ഥയാവുമല്ലോ. കിച്ചു ഇത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല? എന്നെ വിളിച്ചില്ല, ഞാനും വിളിച്ചിട്ടില്ല. ആ ഒരു സംഭവത്തോടു കൂടി അന്ന് നിങ്ങൾക്ക് അറിയാം, അന്നത്തെ ഒരു ലാസ്റ്റ് വിളിച്ചത് മോനെ കൊണ്ടുപോവുക, പുറത്തു പോവാന്നുള്ളത്. പിന്നെ എന്നെ ഒരു കോണ്ടാക്റ്റും ചെയ്തിട്ടില്ല. ഇത് മുമ്പേ അറിഞ്ഞിട്ട് മനസ്സിൽ വെച്ച് ആരോടും പറയാതിരുന്നിട്ടും അത്രയും ഷോർട്ട് ഫിലിം ആയാലും ഇനോഗ്രേഷൻസ് ആയാലും എല്ലാത്തും പോയി സൈബർ ബുള്ളിങ് ഏറ്റ് എല്ലാവരുടെ വായിലിരിക്കുന്നതും ഒരു കണക്കിന് കേട്ട് എങ്ങനെ ഇത്ര സ്ട്രോങ് ആയിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റുന്നത്? നിങ്ങൾക്കിപ്പം ഇത് കാണുന്നവർക്കറിയാം ഞാൻ ഈ ക്യാൻസർ ആണെന്നും അറിഞ്ഞിട്ടും ഞാൻ എത്ര സന്തോഷത്തോടു കൂടിയാണ് മറ്റുള്ളവരോട് പെരുമാറിയത് ഒക്കെ അറിയാം. ഞാൻ റീൽസ് ചെയ്യുന്നു, ഈ തെറി മുഴുവൻ കേൾക്കുന്നതും ഇങ്ങനെ അറിഞ്ഞിട്ട് തന്നെയാണ്. പക്ഷെ നമ്മളുടെ വിധിയാണത്. നമുക്ക് ഒരു ഇത് നേരത്തെ കണ്ടുപിടിച്ചതാണ്. ഇതെനിക്ക് അറിയാവുന്നതായിരുന്നു. എന്നിട്ട് പോലും ഞാനത് ആ സമയത്ത് ഞാൻ ചികിത്സിച്ചില്ല. ജസ്റ്റ് ഒന്ന് ഡോക്ടറെ ഒന്നും കൂടെ കണ്ടിരുന്നെങ്കിൽ അത് എടുത്തു കളഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു, ഇതിലും വലിയ കുത്തുവാക്കളല്ലേ കേൾക്കുന്നത്. ക്യാൻസറിനേക്കാൾ എനിക്ക് ക്യാൻസർ ഒന്നുമല്ലേ, വേറൊന്നുമല്ല, ഇതിലും വലുതാണ് കേട്ടത്, അനുഭവിച്ചത്. ഈ ക്യാൻസർ ആയിട്ട് ഞാൻ നാട്ടിലോട്ട് വന്നപ്പോൾ പോലും എയർപോർട്ടിൽ വെച്ച് പോലും വിഷമം ഉണ്ടായി അനുഭവിച്ചത്. ചേച്ചി ഈ ഒരു 34 വയസ്സിൽ അനുഭവിക്കുന്ന കാര്യങ്ങളൊന്നും ചെറുതല്ല. സൈബർ ബുള്ളിങ് ആയാലും ഭർത്താവിൻ്റെ മരണമായാലും ഇപ്പോഴത്തെ ക്യാൻസർ എന്നൊരു വലിയ രോഗമായാലും ശരിക്കും ദൈവത്തോട് എന്താ ചേച്ചിക്ക് ചോദിക്കാനുള്ളത്? എനിക്ക് വരാനുള്ള ആശ്രയം ദൈവം തരാനുള്ളത് എനിക്ക് ദൈവം തന്നത് തന്നെയാണ്. നമുക്ക് നന്മ തരുന്നതും ദോഷം തരുന്ന എല്ലാം ദൈവം. എനിക്ക് ദോഷമായിട്ട് ഞാൻ ദൈവം തന്ന സന്തോഷത്തോടു കൂടി നമ്മൾ ആ രോഗം. ഇപ്പൊ ചേച്ചി ട്രീറ്റ്മെന്റിന് ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ആവില്ലേ, അപ്പൊ അതിനൊക്കെ ഇനിയിപ്പോ എന്താ ചെയ്യാ? ഞാൻ സത്യം പറഞ്ഞാൽ ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ സബ്സ്ക്രിപ്ഷൻ്റെ ഒക്കെ ചീത്ത കേട്ടിട്ടും ഞാൻ മുന്നോട്ട് വന്നത്. നമുക്ക് ആവശ്യങ്ങളുണ്ട്, ഈ ആവശ്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ തെറി കേട്ടിട്ട് ഇതൊന്നും കളയാതെ. ഇത് അറിഞ്ഞിട്ട് തന്നെയാണോ സബ്സ്ക്രിപ്ഷൻ ഒക്കെ തുടങ്ങിയത്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞ കുറെ നാൾ മുന്നേ അറിഞ്ഞ കാര്യമാണ്. ഈ മുഴ ഉള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ. പിന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ പ്രൈവറ്റ് ആശുപത്രി പോയതും ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും സബ്സ്ക്രിപ്ഷൻ ഞാൻ ചെയ്തുകൊണ്ട് വന്നു. ഓക്കെ, അങ്ങനെ അവസാനം രേണുസുതി തന്നെ പറഞ്ഞിരിക്കുകയാണ് രേണുസുതിക്ക് ക്യാൻസർ ആണെന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടം തന്നെയുണ്ട്. കാരണം ഈ ഒരു വാക്ക് കേൾക്കരുതെന്ന് ആഗ്രഹിച്ചതാണ്. എങ്കിൽ പോലും രേണുസുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചി എൻ്റെ വീഡിയോകളെല്ലാം കാണുമെന്ന് എനിക്കറിയാം, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുള്ളൂ. പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പേഴ്സണലായിട്ട് ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ട് ഞാൻ സോറി ചോദിക്കുന്നു. കാരണം എന്ന് പറയുമ്പം ഞാൻ മാക്സിമം എൻ്റെ വീഡിയോയിൽ ആരെയും പേഴ്സണൽ അറ്റാക്ക് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ വീഡിയോ നിങ്ങൾ തുടക്കം തൊട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ ഒരാളെയും പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ കയറിയിട്ട് ഒരിക്കലും അറ്റാക്ക് ചെയ്യാൻ പോയിട്ടില്ല. അവർ ഈ സൊസൈറ്റിക്ക് കൊടുക്കുന്നതോ സോഷ്യൽ മീഡിയയ്ക്ക് കൊടുക്കുന്നതോ ആയിട്ടുള്ള നെഗറ്റീവ് മെസ്സേജസ് മാത്രമാണ് ഞാൻ ചോദ്യം ചെയ്തത്. പക്ഷേ എനിക്ക് അന്നേരം അറിയില്ലായിരുന്നു ഈ രേണുസുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേച്ചിക്ക് ഇങ്ങനെ ഒരു അസുഖം കാരണം മുൻപോട്ട് ജീവിക്കാൻ വേണ്ടിയുള്ള വരുമാനത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൂട്ടുന്നത്, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയത് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സൊസൈറ്റിക്ക് കൊടുത്തിട്ടുള്ള നെഗറ്റീവ് മെസ്സേജസിനെ മാത്രം ഞാൻ ചോദ്യം ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ടുള്ളത്. ഇനി ഇപ്പോൾ പേഴ്സണലായിട്ട് വല്ല ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. ഒരിക്കലും ഞാൻ പേഴ്സണൽ അറ്റാക്ക് ചെയ്യണമെന്നും പറഞ്ഞല്ല ഇങ്ങനൊന്നും വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറയുന്നു. കൂടുതലായിട്ട് ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുമ്പം എൻ്റെ ഓഡിയൻസ് ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരുന്നത്, അതേകൂട്ട് തന്നെ ആ ഒരു വീഡിയോ എടുത്ത് നോക്കി എൻ്റെ കമൻസിൽ ആളുകൾ ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ എൻ്റെ ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും രേണു ചേച്ചിയുടെ എനിക്ക് പറയാനുള്ളത്, രേണു ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് തന്നെ സുഖപ്പെട്ടിട്ട് പഴയത് കൂട്ട് തന്നെ ഷോർട്ട് ഫിലിമിലും മറ്റേ അഭിനയിക്കാൻ വേണ്ടി പറ്റട്ടെ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ മൂപ്പനും അതേകൂട്ടുള്ള ഫേമസ് ആയിട്ടുള്ള കുറേ യൂട്യൂബേഴ്സ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും മൂപ്പൻ കമൻറ്റ് ചെയ്തേക്കുന്ന ഒരു കമൻറ്റ് ഇങ്ങനെയാണ്: തിരിച്ചു വരും രേണു, ഒരുപാട് വർഷങ്ങൾ ഈ ഭൂമിയിൽ സന്തോഷത്തോടെ നീ ജീവിക്കും എന്ന് പ്രാർത്ഥനകൾ. തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ്. ഞാനും എൻ്റെ ഭാഗത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം ഇത് തന്നെയാണ്. അത് രേണു ചേച്ചിക്ക് ഒരു അസുഖവുമില്ല,
ഇല്ലാതെ കുറച്ച് ദിവസങ്ങളും കുറച്ച് നാളുകളും കൂടെ കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നെ രേണു ചേച്ചി തിരിച്ചു വരികയും ചെയ്യും, ഇനി അഭിനയിക്കുകയും ചെയ്യും. എന്തായാലും പെട്ടെന്ന് തന്നെ രോഗസൗഖ്യമായിട്ട് എന്നേ പറയാൻ ഒക്കത്തുള്ളൂ. എന്തായാലും 4th സ്റ്റേജ് ആവാറായി എന്നാണ് രേണു ചേച്ചി പറഞ്ഞിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. നമ്മൾ ഈ ക്യാൻസർ എന്ന് പറയുമ്പോൾ അത്ര സില്ലി ആയിട്ട് അങ്ങോട്ട് കളയാൻ പറ്റുന്ന വിഷയമല്ല. ഒരാൾക്ക് പോലും, നമുക്കെന്നല്ല നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുത് എന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന തന്നെയാണ്. കാരണം ഈ ക്യാൻസർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു രോഗം കാരണം എത്രയോ പേര് അനുഭവിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് പോലും വരാതിരിക്കട്ടെ, ഇനിയും ഇങ്ങനെ വരാൻ വേണ്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ആർക്കും വരാതിരിക്കട്ടെ, ഒരു പനി പോലും ആർക്കും അടിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ വളരെയധികം സങ്കടം തോന്നി. കാരണം ഞാൻ ഇത്രയും നാൾ വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിരുന്നു. അന്നേരം ഞാൻ മുഴുവനായിട്ട് കുറ്റം പറഞ്ഞ് തന്നെയാണ് എന്ന് തന്നെ പറയും, മുഴുവനായിട്ടും കുറ്റം പറഞ്ഞ് തന്നെയാണ് വീഡിയോ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യമായിട്ട് സങ്കടമായി. ഇപ്പോൾ ഇങ്ങനത്തെ അലിഗേഷനൊക്കെ നേരത്തെ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ അത്രയ്ക്ക് വിശ്വസിച്ചിട്ടില്ലായിരുന്നു. കാരണം ഒരിക്കലും ഒരു വോയിസ് മെസ്സേജ് കൊണ്ട് ഒരാളെ അളക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ ഈ ഒരു സംഭവം രേണു ചേച്ചി എന്നെ നേരിട്ട് വന്ന് പറഞ്ഞപ്പോൾ നല്ല വിഷമമുണ്ടായിരുന്നു. അത് നിങ്ങളിലും കൂടെ ഒന്ന് അറിയിക്കണം. ഞാൻ എൻ്റെ ഒരു ഫൈനൽ കൺക്ലൂഷൻ എന്നൊരു രീതി തന്നെയാണ് ഈ വീഡിയോ ഇരുന്നത്. കാരണം എൻ്റെ ഒരു വ്യൂവേഴ്സിന് ഞാൻ എന്തുകൊണ്ട് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യുന്നു എന്ന് വ്യൂവേഴ്സും കൂടെ അറിയണം. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ടാണ്. അതുവരെ എല്ലാവർക്കും ബൈ.